ഹായ് ഗായ്സ്. വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റിവ്യൂ ആണ് പവി കെയർടേക്കർ. നമ്മൾ ദിലീപ് ഏട്ടന്റെ പവി കെയർടേക്കർ കണ്ടു. അത് നല്ലൊരു ഫീൽ ഗുഡ് മൂവി, നല്ലൊരു കോമഡി ഫീൽ ഗുഡ് മൂവി, നല്ലൊരു ലൈഫ് ഹൈഡായി കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല എന്റർടൈനർ ആണ്. നല്ലൊരു അങ്ങനെ പറയാം, വേറൊരു ഭയങ്കര സിനിമയൊന്നുമല്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ അതെ, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതെ, അപ്പൊ എനിക്കത് നല്ല രസം. സ്റ്റാർട്ടിങ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ദിലീപന്റെ പെർഫോമൻസ് ഫുള്ള് നല്ല രസമാണ്. പെർഫോമൻസ് പഴയ ദിലീപന്റെ കുറെ കോമഡികളൊക്കെ ഇല്ലേ, നമ്മുടെ ഏതൊരു മരപ്പെട്ടി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അയ്യോ, അതൊക്കെ നമ്മളെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പറക്കുന്നളിയില്ലേ, പറക്കുന്നളിയില് നമ്മുടെ ഹരിശ്രീ അശോകനും പിന്നെ അനീഫിക്കൊക്കെ കൂടിയിട്ടുള്ള സീൻ ഉണ്ടല്ലോ, ടോം ആൻഡ് ജെറി സംഭവം ഉണ്ട്. ആ ഒരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു സീൻ അവിടെ ഉണ്ട്. അത് നല്ല രസം. ആ ഒരു മരപ്പെട്ടിയായിട്ട് സീനുകളും ഒക്കെ നല്ല രസമുള്ള കോമഡി സീനുകളൊക്കെ പഴയ ദിലീപേട്ടന്റെ സാധനങ്ങൾ. പിന്നെ ഒരുപാട് നല്ല സീനുകളുണ്ട്. നമ്മുടെ ദിലീപേട്ടന്റെ സ്റ്റെയർ ചാടുന്ന സീനുകള്, ഒരുപാട് ചിരിക്കാനുള്ള സ്റ്റാഫിൽ കുറെ ചിരിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സീനുകളും നമുക്ക് എടുത്ത് ഓർമ്മ വെക്കും. അങ്ങനത്തെ നല്ല നല്ല സീനുകളുള്ള മൂവിയാണ്. പിന്നെ ഇതില് 6-7 നായികമാരുന്നു, വലിയാണല്ലോ. 5 നായികമാര്. പക്ഷെ നായിക എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ലവ് ഇൻട്രസ്റ്റുകൾ പോലെ ഒരു പ്ലേസ് വെച്ചിരിക്കുകയാണ്. അപ്പൊ സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ അതെ, അപ്പൊ കഥ അത്രേ ഉള്ളൂ. ഈ പവി എന്ന് പറയുന്നത് ഒരു കെയർ ടേക്കർ ആണ്. ഒരു 40 എത്ര വയസ്സുള്ള ഒരു കല്യാണം കഴിക്കാൻ മറന്നുപോയ ആള് പോലെ, അല്ലെങ്കിൽ പ്രാരാബ്ദം കൊണ്ട് കല്യാണം ഒരു NRI മാനായിരുന്നു. പിന്നെ വീട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന് ഒരു കെയർ ടേക്കർ ആയിട്ട് ജീവിക്കും. അതെ, കെയർ ടേക്കർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണത്തിന്റെ ഒരു ഇത് പോകുന്നുണ്ട്. അതെ, അപ്പൊ കല്യാണം ഉള്ളതുണ്ട്. ഇപ്പൊ കെയർ ടേക്കർ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. അതായത് ഡെയിലി കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. പുള്ളിക്കാരന് പുള്ളിക്കാരൻ പ്രേമം തോന്നുന്നതാണ്. അത് ആരോടാണ് എന്നുള്ളതാണ് സംഭവം. അത് ആരോടാണ്, ഈ കുറെ ഈ പറയുന്ന നായികമാരുണ്ടെങ്കിൽ ഇത് ആരോടാണ് പ്രേമം തോന്നുന്നത് എന്നുള്ളത് ക്ലൈമാക്സിലേ അറിയൂ. അതെ, ഇല്ല അതറിയില്ല. അതെ അതെ, എനിക്ക് അധികം കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ ആരാണെന്ന് നമുക്ക് അത്ര ക്ലൂ കിട്ടുന്നില്ല. സത്യം കുറെ ഉണ്ട്, പക്ഷെ പല സ്ഥലത്ത് പല ക്ലൂകൾ ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കോ ഇവരായിരിക്കും, അവരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നമ്മളെല്ലാ ഓഡിയൻസിനൊക്കെ വേണ്ടി വഴി തെറ്റിച്ച് വിടുന്ന സാധനങ്ങളൊക്കെ ഇടയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ നായകന്മാർക്കൊക്കെ അത്രയ്ക്കും സ്ക്രീൻ സ്പേസ് ഉണ്ടോ ഇല്ല, വളരെ ചുരുക്കമാണ്. ജസ്റ്റ് ഒന്ന് ഒരു ലവ് ഇൻട്രസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ള സ്പേസ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം, ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു സ്പേസസ് എല്ലാം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതില് കഥ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കഥയാണ്. ഇപ്പൊ പറയുന്ന എന്താ പറയാ, താമസിക്കുന്ന വീട്ടിൽ പുതിയൊരാൾ വരുന്നു. അത് ആരാണ്, അതാണ് നായിക. അപ്പൊ നായിക ആരാണ്, ആ പ്രേമം തോന്നുന്ന ആളാരാണ് എന്നാണ് സംഭവം. അതൊക്കെ ട്രെയിലറിലൊക്കെ അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് സിനിമയിലുള്ളൂ. ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കഥയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ചെറിയ ട്വിസ്റ്റ്, ആ ട്വിസ്റ്റ് അവസാനം മാത്രം നല്ല രസമായിരുന്നു. കുറെ അവർക്കൊക്കെ ഒരു ഹിന്ദു, അതായത് നമ്മൾ വിചാരിക്കും അതെ. അപ്പൊ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡയറക്റ്റ് ചെയ്തത് വിനീത്, നമ്മുടെ ആക്ടർ കൂടിയാണ് വിനീത്. പുള്ളിയാണ് ഏറ്റവും അവസാനം വരുന്നുണ്ട്. പുള്ളിക്കാരൻ ചെറിയൊരു ക്യാമിയോ പരിപാടി ഉണ്ട്. അപ്പൊ അതാണ് കൊള്ളാം, നല്ലൊരു കഥയാണ്. അതെ, ഇതിലൂടെ പഴയ പുള്ളി തന്നെ ഉണ്ട്, ഒരു വ്യത്യാസം തോന്നിയില്ല. അതൊക്കെ അതെ നല്ല. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ ഉണ്ട്, റൊമാൻറ്റിക് പാട്ടുകളൊക്കെ, രാത്രി സ്വപ്നം കാണുന്ന പാട്ടുകളും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല സ്ഥല പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ പറയുന്നത് നല്ലൊരു മൂവി. പിന്നെ ജോണി ആന്റണിയാണ് പുള്ളിയായിട്ടുള്ള കോംബോ ഒക്കെ നല്ല രസമാണ്. നല്ല രസമുള്ള അവരെ കോംബോ നല്ല രസമാണ്. പുള്ളി ഒരു സെക്യൂരിറ്റി ഗാർഡാണ്, ഡേ ടൈം സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പൊ അവർ തമ്മിലുള്ള കോംബോസ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മ്യൂസിക് ചെയ്തിട്ടുള്ളത് മിഥുൻ മുകുന്ദനാണ്. അതെ, നല്ല രസമുള്ളത്, നല്ല മ്യൂസിക്സ് ആയിരുന്നു. കൊള്ളാം. നല്ല മൊത്തത്തിൽ പറയാൻ ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ലൊരു ലൈറ്റ് ഹാർട്ടഡ് ആയി കാണാം എല്ലാവർക്കും. നല്ലൊരു ക്ലീൻ എന്റർടൈനർ, അത്രേ ഉള്ളൂ. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുക. നായിക സീനിലൊക്കെ നല്ല രസമാണ്. നായികള് ബ്രോ എന്നാണ് നായരുടെ പേര്. അപ്പൊ അത് നല്ല രസമുണ്ട്. അവരെ ഇമോഷണൽ സീനിലൊക്കെ ഉണ്ട് നായകനൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മരപ്പെട്ടിയായിട്ടുള്ള സീനാണ്. കാരണം എനിക്കത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ പരിപാടിച്ചു. ഫസ്റ്റ് അടിച്ചിട്ട് ഇത് നമ്മളെ പറക്കുന്ന അലിക്കലത്തെ സീന് ഭയങ്കര റിസംബ്ലൻസ് വന്നു.
അത് നല്ല രസമായിരുന്നു. ദിലീപേട്ടന്റെ പഴയ എക്സ്പ്രഷൻസും ആ പരിപാടി എല്ലാതും ഉണ്ട്. അപ്പൊ മൊത്തത്തില് ഒരു കംബാക്ക് എന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ആണ് അല്ല, പക്ഷെ രസമാണ്. നല്ല പുള്ളിക്കാരന്റെ പഴയ സിനിമയായിട്ടുള്ള ഒരു ഇതുണ്ട്. അല്ല, ആ സീനാണ് ഉദ്ദേശിച്ചുള്ളത്. ആ സീനിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു ഒരു പുതിയ ഇത് ഈ പറയുന്ന സിനിമകളൊക്കെ മാറി. ഇപ്പൊ കുറെ അടുപ്പിച്ച സിനിമകൾ മാറി ചെയ്തിട്ടുള്ള എന്തായാലും പണ്ടത്തെ ആ ഫിലിമിന്റെ കിട്ടൂല. ഇതല്ലല്ലോ ഇപ്പോഴുള്ള സിനിമ. അതെ, അങ്ങനത്തെ ഒരു മൂവി അതെനിക്കറിയില്ല. നമ്മളുടെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടു വളർന്ന ഇതാണ്. ഇത് പക്ഷെ രസമുണ്ട്. നമ്മളൊന്ന് കണ്ടു നോക്കാം. നമ്മളെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് കണ്ടു നോക്കാം. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പഴയ ദിലീപേട്ടനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോയി കാണാം. അതെ, അപ്പോ അത്രേ ഉള്ളൂ. അപ്പോ വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.